തട്ടം ഇസ്ലാമിക വിശ്വാസം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തട്ടം നിർബന്ധമല്ല. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തട്ടം നിർബന്ധമായ കാര്യമാണ്. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളിൽ പെട്ട പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് തല മറക്കുക എന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യുന്നുണ്ട് എല്ലാവരും. അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ, ചെയ്യാത്തവർ ചെയ്യാതെ മുസ്ലിം പേരുള്ള ഒരുപാട് ആളുകൾ അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതാണോ ഇസ്ലാമിൻ്റെ രീതി എന്ന് പറയാൻ പറ്റുമോ? ഒരു മുസ്ലിം ആണെങ്കിൽ അവർ തട്ടം ധരിക്കണം. നേരെമറിച്ച് മുസ്ലിങ്ങളല്ലാത്ത ധാരാളം സ്ത്രീകൾ മുസ്ലിം ലീഗിലുണ്ട്. ഇപ്പോൾ ശ്രീദേവി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, ഞങ്ങളെ വനിതാ ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ്. അവർ തട്ടമിടണമെന്ന് ഞങ്ങൾ പറയാറില്ലല്ലോ. അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കണം. മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളായ സ്ത്രീകളോട് തട്ടം ധരിക്കണം എന്ന് ഞങ്ങൾ ഉപദേശിക്കാറുണ്ട്. ഈ അനിൽകുമാർ പറഞ്ഞ കാര്യം എം ഇ ഗോവിന്ദൻ്റെ ക്ലാരിഫിക്കേഷനോടുകൂടി ഇല്ലാതാകുന്നു എന്ന് വിശ്വസിക്കുന്നില്ല. അത് തീർന്നില്ല. എം വി ഗോവിന്ദൻ അനിൽകുമാറിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറഞ്ഞു, ഒഴിവാക്കി. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലങ്ങളായി ചെയ്തു വരുന്നൊരു കാര്യം വിജയിച്ചു മലപ്പുറം ജില്ലയിൽ എന്നാണ് പറഞ്ഞത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടില്ലല്ലോ. ഈ അനിൽകുമാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു നാക്കുപിഴയല്ല എന്ന് പറഞ്ഞാലും അതൊരു പാർട്ടിയുടെ സുചിന്തിതമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും അല്ല. കാരണം അത് എം വി ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല അനിൽകുമാർ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ അത് ഒരു പുരോഗമനപരം എന്നതിനപ്പുറത്ത് അതൊരു ലീഗിനെയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെയോ ഒന്നും ആക്രമിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടല്ല ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ കാണുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും ഇത് പിന്നെ ലീഗിനെ ഉദ്ദേശിച്ചല്ല. ലീഗും തട്ടുമായിട്ട് ബന്ധമൊന്നുമില്ല. ലീഗിൽ തട്ടിടാത്ത ഒരുപാട് ആളുകളുണ്ട്. യു ശ്രീരാമൻ തട്ടിടാറില്ല. നേരെ മറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിലാണ് ഈ തട്ട് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ മരിക്കുന്നതിന് മുമ്പെങ്കിലും സുർജീതിൻ്റെ തലയിൽ നിന്ന് തട്ട് ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ തട്ടൊന്നുമല്ല ഒരു പ്രശ്നം ഇത് മതപരമായ വിശ്വാസത്തിന്മേലുള്ള കടന്നുകയറ്റാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് ഒരു സാധാരണക്കാരനും അല്ല. പക്ഷേ ഇത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന് പറഞ്ഞാൽ ചെറിയ ആളൊന്നുമല്ലല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ട് പിന്നെ എം വി ഗോവിന്ദൻ അത് പിന്നെ ഒരു പ്രസ്താവനയിലൂടെ മായ്ച്ചു കളഞ്ഞു എന്നുള്ളത് ശരിയാണ്. പാർട്ടിയുടെ നയമല്ല എന്ന് പറഞ്ഞു. പക്ഷേ അതോടുകൂടി അത് അവസാനിക്കുന്നില്ലല്ലോ. പാർട്ടി ഇക്കാലം അത്രയും പ്രവർത്തിച്ചത് അതിനായിരുന്നു എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല. അദ്ദേഹം പറഞ്ഞ യാഥാർത്ഥ്യമാണോ? പാർട്ടി അതിനു വേണ്ടി ശ്രമിച്ചിരുന്നോ എന്നല്ലേ അറിയേണ്ടത്. അത് പറഞ്ഞിട്ടില്ല സഖാവ് പാർട്ടി സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞു ഒരു പെൺകുട്ടിക്ക് തട്ടമിടാതിരിക്കണമെങ്കിൽ ആ ചോയ്സ് എടുക്കാനുള്ള ധൈര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതും പറഞ്ഞതും. അതിനുവേണ്ടി പ്രശ്നം കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് അദ്ദേഹം പറഞ്ഞത് തട്ടം ഇടാതിരിക്കാനുള്ള പ്രചോദനം മാർക്സിസ്റ്റ് പാർട്ടി കൊടുത്തു എന്നാണ്. മാർക്സിസ്റ്റ് പാർട്ടി എന്തിനാണ് കൊടുക്കുന്നത്? ഞങ്ങൾ തട്ടിടൽ നിർബന്ധം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പെൺകുട്ടികളുടെ തലയിൽ നിന്ന് തട്ടം ഒഴിവാക്കാനാണ് ഇക്കാലം അത്രയും ശ്രമിച്ചത്. അതിൻ്റെ ഫലമായി മലപ്പുറത്തെ പെൺകുട്ടികൾ ഇപ്പോൾ തട്ടമിടാറില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴത്തെ പെൺകുട്ടികളെ കണ്ടാൽ എല്ലാവരും മനസ്സിലാക്കിക്കോളും. പക്ഷേ അദ്ദേഹം പറഞ്ഞ അതിൻ്റെ ഗൗരവം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇക്കാലം അത്രയും ശ്രമിച്ചത് ഇതിനായിരുന്നു എന്ന് ആ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലെ അംഗം, സാധാരണക്കാരനല്ല, ഒരു യുക്തിവാദി സമ്മേളനത്തിൽ പോയി പ്രസംഗിക്കുകയാണ് ആധികാരികമായിട്ട്. ഞങ്ങളതിൽ വിജയിച്ചു എന്നുകൂടി അവകാശപ്പെടുകയാണ്. അപ്പോൾ അതാണോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം എന്ന് ചോദിക്കേണ്ട ബാധ്യത എല്ലാ വിശ്വാസികൾക്കും ഉണ്ട്. ഏതെങ്കിലും മതവിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള ആചാരങ്ങളെ ഇല്ലാതാക്കാനാണോ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത്? കേരളത്തിൽ ചെയ്തതാണോ? തട്ടാണോ പ്രശ്നം, പട്ടിണിയാണോ പ്രശ്നം മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ന് ഞങ്ങൾ ചോദിച്ചു. ആ കൂട്ടത്തിൽ ഈ പ്രസ്താവന വന്നിട്ട് പ്രതികരിക്കാത്ത മതസംഘടനകളുണ്ട്. അവർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നതിന് തമാശ രൂപത്തിലുള്ള അഭിപ്രായം പറഞ്ഞു. അത്രയേ ഉള്ളൂ. അത് ആരെയും ഉദ്ദേശിച്ചുമല്ല, ഏതെങ്കിലും സംഘടനയെയോ ഏതെങ്കിലും വ്യക്തിയെയോ ഉദ്ദേശിച്ചല്ല. ധാരാളം മതസംഘടനകളുണ്ട്. ഞങ്ങളെ വഖഫ് സംരക്ഷണ പ്രക്ഷോഭത്തിൽ ഞങ്ങളുടെ മുന്നണിയിൽ കോർഡിനേഷനിൽ 23 മുസ്ലിം സംഘടനകളുണ്ടായിരുന്നു. അതിൽ 1-2 ആളുകൾ ഒഴിച്ച് ബാക്കി ആരും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. രാഷ്ട്രീയ പാർട്ടി അതിന് പ്രവർത്തിച്ചു എന്നതാണ് ഞങ്ങളെ ബാധിക്കുന്നത്, രാഷ്ട്രീയത്തിൻ്റെ ഭാഗം.
മതവിശ്വാസത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ വന്നൊരു കാര്യത്തിന് ഈ 10-23 പിന്നെ മതസംഘടനകൾ ഇനിയും വിളിക്കാത്തവർ ഞങ്ങളെ വിളിച്ചില്ല എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചവരുണ്ട്. അപ്പോൾ 30-ലധികം ഉണ്ടാവും. ഈ സംഘടനകളിൽ 1-2 ഒഴിച്ച് വേറെ ആരും അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ചോദ്യം ചോദിച്ചു എന്നതല്ലാതെ ഏതെങ്കിലും ഒരു സംഘടനയെയോ ഏതെങ്കിലും വ്യക്തിയെയോ ഉദ്ദേശിച്ചായിരുന്നില്ല. 2 ദിവസം അങ്ങ് യാതൊരു പ്രാധാന്യം അതിനുണ്ടായിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിൽ നിന്ന് ഒരു സെൻറ്റൻസ് എടുത്തിട്ട് ഇത് ഒരാളെ പറ്റിയാണ് എന്ന് അവിടെ ഉണ്ടാക്കി അത് പ്രചരിപ്പിക്കുന്നു. അതിൻ്റെ പിന്നിലുള്ള ഗൂഢോദ്ദേശം ഈ തട്ടം എന്ന ചർച്ച പോകണം. അനിൽകുമാർ എന്ന വ്യക്തിയുടെ പരാമർശം പോയിട്ട് അത് സലാമിലേക്കാക്കി മാറ്റണം. അതിലവർ വിജയിച്ചു ഏറെക്കുറെ. ആ തട്ടം എന്നല്ല ചർച്ചയിൽ പോകും. ഒരു മതസംഘടനയുടെ നേതാവിനെ പരാമർശിച്ചു എന്നതാക്കി മാറ്റി ചർച്ച. അത് ബോധപൂർവം ഗൂഢാലോചന നടത്തി ചെയ്തതാണ് എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ഏതായിരുന്നാലും അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ ചർച്ചയ്ക്കൊന്നും പോകുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങൾ അദ്ദേഹത്തെ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ അതിനെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അവസാനത്തെ അഭിപ്രായം അതാണ്. അതുകൊണ്ട് ഇനി ആ ചാപ്റ്റർ ഞങ്ങളായിട്ട് തുറക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായി ആരെങ്കിലും എതിർത്താൽ അതിന് മറുപടി പറയേണ്ടുന്ന ബാധ്യത മുസ്ലിം ലീഗ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉണ്ട്. അവരെ സംഘടനാ പിൻബലമോ അവരുടെ മതപരമായ പിൻബലമോ അവർ ഏത് ജാതിയിലാണ് എന്നതല്ല പ്രശ്നം. മുസ്ലിം ലീഗിനെ എതിർത്താൽ, മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ, മുസ്ലിം ലീഗിനെ വ്യാജ പ്രചാരവേലകൾ നടത്തിയാൽ അതിനക്കമിട്ട് മറുപടി പറയാൻ മുസ്ലിം ലീഗിന് സാധിക്കും. ഞങ്ങളത് ചെയ്യുകയും ചെയ്യും. സാദിഖ് അലി തങ്ങൾ നല്ലൊരു രാഷ്ട്രീയ നേതാവാണ്, അതിലാർക്കും തർക്കമില്ല. പക്ഷെ അദ്ദേഹം ഒരു ആധ്യാത്മിക നേതാവാണോ? പണ്ട് അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നവർക്കുള്ള ഒരു ആധ്യാത്മികതയുണ്ട്, അത് ഇദ്ദേഹത്തിൽ മിസ്സിംഗ് ആണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം റൂട്ട് കോസ് എന്നും പറയുന്നത്. അതൊക്കെ ഒരു പ്രത്യേക വിഭാഗം നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായി വരുന്ന പ്രചാരവേലകളാണ്. അങ്ങനെയൊന്നുമില്ല എന്നത് മാത്രമല്ല, പാണക്കാട് കുടുംബത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ആ പാർട്ടി പ്രസക്തി കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പ്രചാരവേലകളും ഈ ബഹളങ്ങളും വിവാദങ്ങളും ഒക്കെ. ഇതൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്. മുസ്ലിം ലീഗും സമസ്തയും ഒരുമിച്ച് പോകും, ഒരു തർക്കവും ഉണ്ടാവില്ല. അതിനെ തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ നിരാശപ്പെടേണ്ടി വരും. ആ വിഷയത്തിൽ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ. എന്താ വെച്ചാൽ ഈ ഹൈദരാബാദി ശിഹാബ് തങ്ങളാണെങ്കിലും മറ്റു തങ്ങളാണെങ്കിലും ഈ UDF-ലോ മുസ്ലിം ലീഗിലോ ഇത്തരം ഒരു ഇഷ്യൂ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫൈനൽ ഡിസിഷൻ വന്നാൽ അത് ഫൈനലാണ്, താങ്കൾ ഈ പറയുന്ന പോലെ. പക്ഷെ ഇപ്പോ ഇത് ഫൈനൽ അല്ല. താങ്കൾ പറഞ്ഞതിന് ശേഷവും വിഷയം കണ്ടിന്യൂ ചെയ്യാണ്. അത് PMA സലാമും സംസാരിക്കുന്നുണ്ട്. അത് തങ്ങൾ പറഞ്ഞ സബ്ജക്റ്റിന് അനുസൃതമായിട്ടാണ് PMA സലാം പറയുന്നത്. തങ്ങൾ എന്താണോ പറഞ്ഞത് അതേ ഞാൻ പറയുന്നുള്ളൂ. അതിനപ്പുറം എനിക്ക് പറയാൻ പറ്റുമോ? പറയില്ല. സമസ്ത അതുപോലെ അതിന് ശേഷം സമസ്ത എന്താ പറഞ്ഞത്? സമസ്തയ്ക്ക് എപ്പോഴും കൃത്യമായ ഒരു നിലപാട്, സ്വന്തം ഐഡന്റിറ്റി വേണല്ലോ, ഉണ്ടാവണം. സ്വന്തമായി ഐഡന്റിറ്റി ഇല്ലാത്ത സംഘടനകൾ എന്തിനാ കൊള്ളുക? സ്വന്തമായ ഐഡന്റിറ്റി ഉണ്ടാകണം. ഇതുവരെ ഉണ്ടായില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായിരുന്നാലും ആ ഐഡന്റിറ്റി വെച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ചോട്ടെ, കുഴപ്പമില്ല. ഞങ്ങളതിൽ സമസ്തയുടെ ഏത് നേതാവിനും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാം. ഞങ്ങളതിനെ പിന്നെ വില കുറച്ച് കാണില്ല, തെറ്റാണെന്ന് പറയില്ല, ഒന്നും പറയില്ല. പക്ഷേ അവർ ആ അഭിപ്രായം വെച്ചുകൊണ്ട് ലീഗിനെതിരെ പ്രസ്താവന ഇറക്കുമ്പോൾ അതിന് മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തരണം. പക്ഷേ ഈ മറുപടി പറയുന്നത്, സമസ്ത എന്ന് പറയുന്നത് സുന്നികളുടെ ഒരു ആധ്യാത്മിക നേതൃത്വം കൂടിയാണ്. അപ്പൊ അവർ ഈ നക്കാപ്പിച്ച കാശ് വാങ്ങി പ്രതികരിക്കുന്നു എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിമർശനം, ഈ സുന്നികളുടെ ആധ്യാത്മിക നേതൃത്വത്തെ ഒരു മുജാഹിദുകാരൻ എങ്ങനെ വിമർശിക്കുന്നു എന്നൊരു ചോദ്യം വരുന്നു. അല്ല, ഞാൻ മുസ്ലിം ലീഗിനെ അദ്ദേഹം വിമർശിച്ചത് കൊണ്ടും എന്നെ വ്യക്തിപരമായി പറഞ്ഞുകൊണ്ടും ഞാൻ പറഞ്ഞാണ്. എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്. ഒരു പാമരനായ എന്നെക്കുറിച്ച് അതിമഹത്തായ പാണ്ഡിത്യമുള്ള ഒരു വലിയ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ എൻ്റെ മുമ്പിലുണ്ട്. സ്ത്രീകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വനിതാ കമ്മീഷൻ്റെ മുമ്പിലുണ്ട്. ആ മുക്കം പ്രദേശത്തെ ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ രൂപവും ഭാവവും സ്വഭാവവും സംസ്കാരവും ഒക്കെ നന്നായി അറിയുകയും ചെയ്യാം. അപ്പോൾ അതിന് മറുപടി പറയാതിരുന്നാൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യന്മാരാണോ? ഏതെങ്കിലും സംഘടനയിൽപ്പെട്ട ആളാണെന്ന് കരുതി നമ്മളെ തലയിലേക്ക് കയറാൻ അനുവദിക്കാൻ പറ്റുമോ? അതെ, അതാണ് സമസ്തയാണ് ആലോചിക്കേണ്ടത്, ഞാനല്ല. എന്തോ ആവട്ടെ.